വർഷത്തിൻ്റെ അവസാനത്തെ അമാവാസി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. നൈറ്റ് ഓഫ് വാണ്ട്സ്, Nine of Wands, Four of Cups, Queen of Pentacles, Knight of Swords, Knight of Pentacles. ഇന്ന് മൊത്തം നൈറ്റ് ആണല്ലോ. വാവ്. Five of Cups, Three of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന എയ്റ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, ടെൻ ഓഫ് വാണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മെജോറിറ്റി നൈറ്റ് ഓഫ് വാണ്ട്സ്, നൈറ്റ് ഓഫ് സോർട്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഇതെല്ലാം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുമെന്നാണ്, ഒരു ഗ്രോത്താണ് കാണിക്കുന്നത്. അതായത് നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഒരു ഐഡിയ, കരിയർ, പാഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തുടങ്ങി മുമ്പോട്ട് പോകുമ്പോൾ അതിൽ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. അതായത് അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും. ഇതുവരെ നിങ്ങൾ ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്യില്ല, മടി പിടിച്ച് ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ട് കാണാതിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിനി അങ്ങോട്ട് സീരിയസ് ആയിട്ട് അതിന് വേണ്ടി എഫേർട്ട് എടുത്ത് അതിൽ ഫോക്കസ്ഡ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുവഴി അത് നിങ്ങൾ എന്ത് കാര്യമായാലും, കരിയർ, ജോബ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഏത് കാര്യത്തിലായാലും അതിലൊരു സ്റ്റെബിലിറ്റി, അതിലൊരു ഗ്രോത്താണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ സ്റ്റക്കായി മടി പിടിച്ച്, അതായത് നമ്മൾക്കൊരു കാര്യം തുടങ്ങിയിട്ട് അത് നമ്മൾ ചെയ്യാതെ അല്ലെങ്കിൽ അതിനൊരു സീരിയസ്നെസ് കൊടുക്കാതെയൊക്കെ നമ്മൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ വേറെ പല പ്രശ്നങ്ങളും ഇടയിൽ കടന്നു വരും. നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേണ്ട ശ്രദ്ധയും ആ ഡിസിപ്ലിനും ആ ഒരു കമ്മിറ്റ്മെൻറ്റും ഒക്കെ നമുക്കിതിൽ കൊടുക്കാൻ പറ്റാതെ ആവും. കാരണം നമ്മുടെ മൈൻഡ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടിരിക്കും. നമുക്കപ്പോൾ ഇതിലൊന്നും ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആ ചിന്തകളിലും നെഗറ്റീവ് തോട്ട്സിലൊക്കെ പോവും. എന്നാൽ അതെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിലൊരു ഗ്രോത്ത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്, അതിൽ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾ നിൽക്കുമെന്നാണ് കാണുന്നത്. സോ ഇവിടെ വാൺസ് പറയുന്നത് നിങ്ങളുടെ കരിയറിലും പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കെല്ലാം അതിൽ ഒരു പോസിറ്റീവ് റിസൾട്ടാണ്. നൈറ്റ് സോ എല്ലാം പറയുന്നത്. അതുപോലെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അതുവഴി പണം വരാൻ തുടങ്ങും. അതായത് നിങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങും. സക്സസ് വരുമ്പോഴേ നമുക്ക് ഏണിംഗ് ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നൈറ്റ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കൊരു ഗ്രോത്താണ്, ഒരു സ്റ്റെബിലിറ്റിയാണ്. ഇതുവരെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫായിട്ടൊക്കെ ഒരു വ്യക്തി നിന്നിട്ടുണ്ടെങ്കിൽ അവരിനി നിങ്ങളോട് സ്റ്റേബിളായിട്ട് നിൽക്കും. നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാൻ പറ്റും ഇനി അങ്ങോട്ട്. ഇതുവരെ എങ്ങനെ വേണമെങ്കിലിരുന്നാൽ നിങ്ങൾക്കൊരു വിശ്വാസവഞ്ചന ചെയ്ത് നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്ത് അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ഡിഫെൻസീവായിട്ട് എല്ലാത്തിനും നിങ്ങളോട് എതിർത്ത് നിങ്ങൾക്കൊരു വാല്യൂ തരാതെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഒരു ഗ്രോത്ത് വരും, ഒരു മാറ്റം വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, അതായത് അവർ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാൻ തുടങ്ങും. നിങ്ങളിൽ ഫോക്കസ് അവർ തരാൻ തുടങ്ങും. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഒരു തുറന്ന സംസാരം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയോ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരും. അവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു എഫർട്ട് ഇട്ട് സംസാരിച്ചാൽ പോലും അത് സക്സസ് ആവും. എപ്പോഴും സംസാരിക്കുമ്പോഴാണ് നമുക്കുള്ളിലുള്ളതെല്ലാം തുറന്നു പറയുമ്പോഴാണ് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറി നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നത്. സോ അത് വരും എന്നാണ് കാണുന്നത്. അതും വളരെ ഫാസ്റ്റായിട്ട് വരും എന്നാണ് കാണുന്നത്. ഈ 2 കുതിരകളും കണ്ടോ, വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു എനർജിയാണ്. ഇതുവരെ നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എങ്കിൽ ഇനി നിങ്ങൾ എല്ലാറ്റിനും നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് ആരെങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ വിശ്വസിക്കൂ. കാരണം ഇതുവരെ നിങ്ങൾക്ക് കുറേ ബാക്ക് സ്റ്റാബ് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഒരു വ്യക്തി ഇവിടെ ഒരു പേടിയോടെ ഡൗട്ടായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി സക്സസ് ആയ വ്യക്തിയാണ്. കാരണം അത്രയും സ്ട്രഗിൾസിലൂടെ ആ വ്യക്തി
കടന്നുപോയി കുറേ ബാക്ക് സ്റ്റാബും കുറേ വഞ്ചനയും വിശ്വാസവഞ്ചനയും നമ്മൾ വിശ്വസിച്ച സ്ഥലങ്ങളിൽ നിന്നൊക്കെ ദുഃഖമൊക്കെ അനുഭവിച്ചു വന്ന വ്യക്തിക്ക് ഇനി അങ്ങോട്ട് എന്താണ് നമ്മളെല്ലാറ്റിനെയും ഒരാൾ വന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ സംസാരിച്ചാൽ കൂടെ നമുക്കെപ്പോഴും ഉള്ളിൽ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ നേടിയെടുത്തിരിക്കും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ബാക്ക് സ്റ്റാബ്, ചതി, വഞ്ചന എന്നൊക്കെ അധികം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എത്തിയിട്ടുണ്ടാവും കുറച്ച് പേര്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി എത്തും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയർ ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഇനി അങ്ങോട്ട് സ്മൂത്തായിട്ട് പോകുമെന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ ആ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ അത് കരിയറിലായാൽ നിങ്ങൾ ചെയ്ത ജോലിക്കും നിങ്ങൾ ഇട്ട എഫേർട്ടിനും ഉള്ള ഒരു വാല്യൂവോ ഒരു അപ്രീസിയേഷനോ ഒന്നും കിട്ടാതെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ, അതായത് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാറ്റിനോടും ഒരു മടുപ്പ്. നമ്മൾ എത്ര ചെയ്താലും അതിനുള്ള വാല്യൂവും അതിനുള്ള ഒരു പ്രൊമോഷനോ അങ്ങനെയുള്ള സാലറിയോ ഒന്നും കിട്ടാതിരുന്നത് നമുക്ക് അവിടെ ഒരു മടുപ്പായിരിക്കും തോന്നുക. ഒന്നിനോട് ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ കരിയറിലാണെങ്കിൽ നിങ്ങൾ മാനിക്കപ്പെടും. അതായത് നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും മേളിലായിട്ട്, ഒരു പടിയെങ്കിലും മേളിലായിട്ട് നിങ്ങൾ മാനിക്കപ്പെടുകയും നിങ്ങളിട്ട എഫേർട്ടിനുള്ള കൂലി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കൂടുതലും ഇവിടെ കരിയറാണ് കാണുന്നത്. പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. മണി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, അതിപ്പോൾ കരിയറിൽ മാത്രമല്ല വേറെ ഏതെങ്കിലും രീതിയിൽ മണിക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുക, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുമെന്നാണ് നിങ്ങൾക്ക് കാണുന്നത്. കരിയറിലാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. ലൈഫിലായാലും ഒരു സ്റ്റെബിലിറ്റി, ഒരു ഗ്രോത്ത് വരും. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു സ്റ്റക്കായിട്ട് ഒന്നും മുമ്പോട്ട് പോകുന്നില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല, അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രയോറിറ്റി കിട്ടുകയും നിങ്ങളവിടെ മാനിക്കപ്പെടുകയും നിങ്ങളിലേക്ക് അവർ അട്രാക്റ്റായി വരികയും ചെയ്യും. കാരണം ക്യൂൻ എന്ന് പറയുമ്പോഴേ നമ്മളൊരു അത്രയും ഒരു ഹൈ ലെവലിൽ ഒരു പ്രശസ്തി, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രീതിയിൽ, അത് നിങ്ങളുടെ വ്യക്തി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾ എത്തിച്ചേരും എന്നാണ് കാണുന്നത്. കരിയറിലോ മണിയുടെ എല്ലാ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയും ഒരു ഗ്രോത്തും ഒക്കെ വരും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് ഇനി ഒരു പ്രതീക്ഷയില്ല, എൻ്റെ ജീവിതം എല്ലാം അവസാനിച്ചു, അങ്ങനെയൊക്കെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ മണിയുടെ കാര്യത്തിലായാലും കരിയറിൻ്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, ഞാൻ എല്ലാം ചേർത്താണ് പറയുന്നത്. എനിക്കിനി എൻ്റെ ലൈഫ് ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ സങ്കടപ്പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, കുറേ പേരൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ടെന്നാണ് കാണുന്നത്. സോ അവർക്കെല്ലാം വരുന്നത് 3 ഓഫ് കപ്സ് ആണ്. സെലിബ്രേഷൻ. ഇവിടെ മുമ്പിൽ ഒരു 3 കപ്പ് വിഴുന്ന് കിടക്കുന്നത് കാണുന്നുണ്ടോ? എന്നാൽ ഇവിടെ നോക്കൂ, ഇനി അങ്ങോട്ട് വരുന്നത് സെലിബ്രേഷനും ഒരു സക്സസ്സും സന്തോഷം. അതിപ്പോൾ കരിയറിൻ്റെ കാര്യത്തിലായാലും അതുവഴി നിങ്ങൾക്ക് കിട്ടും. ഇത് കൂടുതലും കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് കൂടുതലും പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആ വ്യക്തിയോടൊപ്പം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയും യാത്ര ചെയ്യുകയും പല കാര്യങ്ങളും വളരെ ഒത്തൊരുമയായിട്ട് മുമ്പോട്ട് പോകും, ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് കാണുന്നത്. ഇതിപ്പോൾ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു സന്തോഷം, ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ കുറേ മണി ആഗ്രഹിച്ചിരുന്നുണ്ട്, അത് പെട്ടെന്ന് സഡനായിട്ട് കിട്ടുക, ഒരു അവസരം വരിക, ഒരു പ്രൊമോഷൻ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്രയും സെലിബ്രേറ്റ് ചെയ്യില്ലേ, എൻജോയ് ചെയ്യില്ലേ ഫ്രണ്ട്സിനോടൊപ്പമൊക്കെ, അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്കാണ്. അതായത് ഇതുവരെ നിങ്ങൾ ഒരു കണ്ണ് കെട്ടിയ അവസ്ഥ. നിങ്ങൾക്ക് ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ മുമ്പിൽ ഉണ്ടാവാം, എന്നാലും നിങ്ങൾ കുറേ കണ്ണും ഒരു ശരീരമൊക്കെ കെട്ടി വെച്ചിരുന്നതാണ്. നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ളിൽ കുറേ റെസ്ട്രിക്ഷൻസ് വെച്ച് നിന്നിട്ടുണ്ട്. എനിക്കൊന്നും പറ്റില്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയായി, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് വെച്ച് നിങ്ങൾക്കുള്ളിൽ ഒരുപാട് കഴിവുകളുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ വിനിയോഗിക്കാതെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവോ, ഇങ്ങനെ കുറേ ഡൗട്ട്സൊക്കെ വെച്ച് കണ്ണും പൂട്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് യൂണിവേഴ്സ് പുറത്തു വരാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കഴിവുകളും, നിങ്ങളെ കൊണ്ട് എല്ലാം സാധിക്കും. നിങ്ങളൊരു ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, ഇവിടെ ക്യൂന് നൈറ്റ് എല്ലാം പറയുന്നത് നിങ്ങൾക്ക് അത്രയും കഴിവുണ്ട്. അതല്ലേ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ എത്താൻ പോകുന്നത്, നിങ്ങൾ അത്രയും മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന മാനിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എത്തിച്ചേരും എന്നാണ് കാണുന്നത്. സോ ആ റെസ്ട്രിക്ഷൻസിന് എല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ മുമ്പോട്ട് ധൈര്യമായിട്ട് പോകാനാണ് പറയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ എല്ലാം ജീവിതം അല്ലെങ്കിൽ കരിയർ ലൈഫ് എല്ലാം ഒരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇറക്കി വെക്കാൻ സമയം. ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. 10 എന്ന് പറയുമ്പോഴേ ഒരു എൻഡിങ് ആണ്. ആ ഭാരം ഇത്രയും ദിവസം നിങ്ങൾ അനുഭവിച്ച് അതിനെല്ലാം ഒരു എൻഡിങ് വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ റെസ്ട്രിക്ഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം.
മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, അതല്ല, നമുക്ക് നമ്മുടെ സക്സസ്സും സന്തോഷമാണ് പ്രധാനം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, കുറേ പേരൊക്കെ നിങ്ങൾ ഈ സിറ്റുവേഷൻസിൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ, കുറേ പേര് ഒക്കെ അതിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ ഇതൊരു അഡ്വൈസായിട്ട് തന്നെ നിങ്ങൾ എടുക്കൂ. അത് നിങ്ങളുടെ ജോബിലായാലും കരിയറിലായാലും എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോഴും കൂടെ ഇരിക്കുന്ന വ്യക്തികളായാലും ആരെയായാലും കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. എല്ലാറ്റിനെയും ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക എന്നത് ഒരു അഡ്വൈസായിട്ട് ഞാൻ പറയുന്നു. അതൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിനുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.